കേൾക്കാനാണ്, ഉറക്കിനപ്പുറത്തുള്ള വിശ്രമത്തെ അനുഭവിക്കാനാണ്. ഉറക്കമൊരു വിശ്രമമാണെങ്കിൽ പടച്ചറബിനോടുള്ള മുനാജാത്ത്, അവനോട് സംസാരിക്കാൻ ലഭിക്കുന്ന നേരം, അത് മഹത്തായ വിശ്രമത്തിന്റെ നേരമാണ്. എല്ലാം മറന്ന് ഭൗതികമായ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മെ പടച്ച, നമുക്ക് ഭൗതികമായ കാര്യങ്ങളും ചെയ്തു തരുന്ന റബ്ബിനോട് സംസാരിക്കാൻ, അവനോട് ഒറ്റക്കിരുന്നൊന്ന് മിണ്ടാൻ അള്ളാഹു തന്നിട്ടുള്ള നേരമാണ്. എന്നോട് പാപം പൊറുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് റബ്ബ് ഇങ്ങോട്ടാരായുന്ന നേരം. ആ നേരത്തെ അനുഭവിക്കാൻ കഴിയാതെ പോവുക എന്നത് ഈ ഭൗതിക ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. നമ്മളിൽ പല ആളുകളും ആ നേരം കടന്നുറങ്ങുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് തന്നെ അള്ളാഹുവിന് നമ്മളോടുള്ള ഒരു ഇഷ്ടമാണ്, നമ്മളോടുള്ള ഒരു സ്നേഹമാണ്. സുക്കൂനുൽ ഖൽബിന്റെ നേരം, അതാണ് അവസാനത്തെ മൂന്നിലൊരു ഭാഗത്തിന്റെ പ്രത്യേകതയായി പണ്ഡിതന്മാര് പറഞ്ഞത്. ഹൃദയം വല്ലാതെ ശാന്തമാവുന്ന നേരം. പകലിലെ അധ്വാനത്തിന്, ഉറക്കത്തിന്റെ വിശ്രമം കഴിഞ്ഞ് പിന്നെ റബ്ബുമായുള്ള മിണ്ടിപ്പറച്ചിൽ അനുഭവിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട നേരമാണ് ഈ പറയുന്ന അവസാനത്തെ രാത്രിയിലെ അവസാനത്തെ നേരം. സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള നേരം. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആവുന്നത്ര നിസ്കരിച്ച് റബ്ബിനോട് ആവശ്യങ്ങൾ പറയാൻ. ആവശ്യങ്ങളില്ലാത്തവരാരാണ് നമ്മളിലുള്ളത്? പാപം പുറത്തു കിട്ടണമെന്ന ആവശ്യം നമുക്കുണ്ട്. നിവർത്തിക്കപ്പെടാൻ ഒട്ടേറെ ഭൗതികമായ ആവശ്യങ്ങൾ നമുക്കുണ്ട്. മക്കൾ നന്നാവണമെന്ന മോഹമുണ്ട്. നല്ല കുടുംബജീവിതം വേണമെന്ന പൂതിയുണ്ട്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവണമെന്ന ആശയുണ്ട്. നല്ല ജീവിത സൗകര്യങ്ങൾ, ഉന്നതമായ ജീവിത നിലവാരം വേണമെന്ന അഭിലാഷമുണ്ട്. ഇതെല്ലാമുള്ള ആളുകളാണ് നമ്മൾ. ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല.